ഹായ് എവ്രിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട്. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് ഇടാനായിട്ട്. അപ്പോൾ മാക്സിമം ഞാനിനി വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് വീഡിയോസ് ഇടാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് ഖത്തറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നാട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇത് ഇക്കാടെ വീടാണ് കേട്ടോ. ഇക്കാടെ വീട്ടിൽ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിൽ ഞങ്ങൾ ഒരു 3 ആഴ്ചത്തേക്ക് പോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ രാവിലെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും മീൻ ആയിട്ട് ആൾ വരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ചെമ്പല്ലി ഉണ്ട്, കൊഴുവയുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു മീൻ, എന്തോ അയലക്കണ്ണോ അങ്ങനെ എന്തോ, അത് പക്ഷേ നമ്മൾ മേടിച്ചില്ല. നമ്മൾ ചെമ്പല്ലിയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആളിങ്ങനെ നമുക്ക് കട്ട് ചെയ്തൊക്കെ തരും. അപ്പോൾ ഞങ്ങളിപ്പോൾ 1 കിലോ ചെമ്പല്ലി മേടിച്ചു. അപ്പോൾ കൊഴുവയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ നന്നാക്കിക്കൊണ്ടിരിക്കാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ മീനാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തൊക്കെ തരും, തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി തരും. അപ്പോൾ നമുക്ക് പണിയും കുറവായിരിക്കും. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ വരുമ്പം സുഖമാണ്, നമ്മളുടെ ഉച്ചക്കത്തെ പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ. നമ്മൾ മീനെ കട്ട് ചെയ്യുമ്പോൾ സ്കിന്നൊക്കെ കളയാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. വീട്ടിൽ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പം തൊലിയൊക്കെ നമുക്കിങ്ങനെ ക്ലീനാക്കി തരുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ട് ചായ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇക്കായുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത് കേട്ടോ. ഒന്നിച്ച് തന്നെയാണ് പോകുന്നതും. ഞാൻ പറഞ്ഞല്ലോ മുൻപ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചായ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചായക്ക് പൂരിയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉമ്മിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള കടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ കാൽച്ചായയുടെ കൂടെ ചിലപ്പോൾ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലേ ഉണ്ടാവുള്ളൂ. പിന്നെ രാവിലെ ചായക്ക് പൂരിയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റിനുള്ള മസാലയൊക്കെ ഉമ്മിച്ച് വഴട്ടിക്കൊണ്ടിരിക്കുകയാണ്, സവാളയൊക്കെ വഴട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വാപ്സി ഇപ്പോൾ മുട്ട മേടിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട നമ്മൾ കുക്കറിലാണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചാൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുട്ട കഴുകിയിട്ട് കുക്കറിൽ വെച്ചതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്.
അപ്പോൾ അതാ കുറച്ച് ഉപ്പിട്ടിട്ടാണ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് നമുക്ക് മുട്ടയുടെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് മുട്ട ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി, ഇവിടെ മുട്ട റോസ്റ്റ് എന്ന് പറയാം, മുട്ടക്കറി കുറച്ച് ഗ്രേവി പോലെയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ മുട്ടക്കറിയുമല്ല, ആ ഒരു പരുവത്തിലാണ്. കാരണം പൂരിക്ക് കുറച്ച് നമുക്ക് ചാറ് പോലെയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് റോസ്റ്റ് പോലെയല്ല എടുത്തിട്ടുള്ളത്, കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കഞ്ഞിക്കും അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതെടുത്ത് റൈസ് കുക്കറിലേക്കാണ് എടുത്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറുണ്ണുന്നതിന് കുറച്ച് മുൻപെടുത്ത് വടിക്കുകയുള്ളൂ. അപ്പം നന്നായിട്ട് വെന്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ആ മുട്ട റോസ്റ്റ് ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി പൂരി അങ്ങ് ചുടുകയാണ് കേട്ടോ. അപ്പോൾ ചൂടനെ നമ്മൾ ഇങ്ങനെ ചുട്ട് വെക്കില്ല, കഴിക്കുമ്പോൾ അങ്ങ് ഉണ്ടാക്കി എടുക്കലാണ്. അല്ലാണ്ട് പൊരിച്ച് നേരത്തെ വെക്കാറില്ല. നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്താണ് പൊരിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ ഗോതമ്പ് പൊടി വെള്ളവും ഉപ്പും നനച്ചിട്ട് കുഴച്ചെടുത്തിട്ടുള്ള മാവാണ്. വേറെ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല, ഗോതമ്പ് പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൂരിയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിക്ക് പൂരി ഇഷ്ടമില്ല. വീട്ടിൽ നിൽക്കുന്ന ചേച്ചി മീൻസ് ഉമ്മാനെ നോക്കാനായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് പുട്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് മോള് മുറ്റത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ ആ ഒരു വീട്ടിൽ ഡേ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ മോള് അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് ആൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതിനോട്ട് എപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് പൊതിച്ചോറ് കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മീൻ നമ്മൾ ചെമ്പല്ലി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ പുരട്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ബീഫ് ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ചേർക്കുക. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചോറിനൊക്കെ കൂട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മൾ കുക്കറിൽ ബീഫ് വേവുന്നത് വരെ ഒരു 80 to 90% കുക്കാവുന്നത് വരെ നമ്മൾ കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഒലത്താനായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് തേങ്ങയും പച്ചമുളകും ഇട്ട് ഒതുക്കിയാണ് ഒലത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് കൊട്ടുകയാണ് കേട്ടോ. അതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തെപ്പടി തന്നെ കൊട്ടുക. എന്നിട്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് ഫ്രൈ പോലെ ജസ്റ്റ് ഒന്ന് അതിലിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ബീഫിന് ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് സവാള കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. ഇതിനി ഇങ്ങനെ വാടി നമ്മുടെ സവാള കാണാണ്ടാവണം. സവാള ഇറച്ചിയായിട്ട് അങ്ങ് ചേർന്ന് വരണം. ആ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മൾ അത് ഫ്രൈ ആക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഉലത്തി കഴിഞ്ഞു. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചീര ഉലത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ പറിച്ചിട്ടുള്ള ചീരയാണ്. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ അരിഞ്ഞു തരുന്നത്. ചേച്ചി ഇങ്ങനെ എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കിച്ചണിലൊക്കെ. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ രാവിലെ കഴിയും. അത് കഴിഞ്ഞിട്ട് ചേച്ചി കിച്ചണിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ചേച്ചി, ശോഭ എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചി ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞൊക്കെ തരും. അപ്പോൾ അങ്ങനെ ഇപ്പം മുറ്റത്തിൽ നിന്ന് പറിച്ചിട്ട് വന്ന ചീരയാണ്, ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ ആ ചീര നമ്മൾ തേങ്ങയും പച്ചമുളകും ഒതുക്കിയിട്ട് അതിട്ടിട്ടാണ് കേട്ടോ ഒലത്തിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെന്തായാലും 2 ഒലത്ത് മസ്റ്റാണ് കേട്ടോ. എല്ലാ ദിവസവും 2 ഒലത്ത് എന്തായാലും കാണും. അപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒലത്തു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇവിടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ 3 പൊടികളുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഒരു 2-3 കീറിയിടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കാം. ഞാൻ ചിലപ്പോൾ ഒക്കെ ചേർക്കും, ചിലപ്പോൾ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചാൽ നല്ലതാണ്. പിന്നെ 2-3 വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് ഇനിയും നന്നായിട്ട് നമ്മളൊന്ന് കറുപ്പിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാലയുടെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു ബ്ലാക്ക് കളർ വരെ വാട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്യാബേജ് കൂടി ഒലത്തുന്നുണ്ട്. ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഒലത്തുന്നത്. എപ്പോഴും ക്യാബേജും ക്യാരറ്റും ഒന്നിച്ചിട്ടാണ് കേട്ടോ ഒലത്തുന്നത്. പിന്നെ മീൻ പൊരിക്കാനായിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനും ഉണക്കമുളകൊക്കെ നന്നായിട്ട് വറുത്ത് അത് തേങ്ങയും പുളിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെമ്മീൻ വറുത്തിട്ട് മുളകും വറുത്ത് പിന്നെ തേങ്ങയും വെളിച്ചെണ്ണയും പുളിയും ഇട്ടിട്ടാണ് നമ്മൾ ചെമ്മീൻ പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഒലത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം റെഡിയായതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇല വെട്ടിയിട്ട് അതൊന്ന് വാട്ടി പൊതി കെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാണ്ടോ ഇതുപോലെ നല്ല കറുപ്പിച്ച് അങ്ങ് എടുക്കണം. നമ്മുടെ സവോളയൊക്കെ ഇപ്പോൾ അതിലുണ്ടെന്ന് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കളറിൽ അത് ആക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മീനും പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട കൂടി പൊരിച്ചെടുക്കണം. പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ ഒന്ന് മുഴുവനാവണമെങ്കിൽ മുട്ട പൊരിച്ചതും കൂടി വേണമല്ലോ. അപ്പോൾ അതാ നമ്മളിപ്പോൾ വാഴയില വെട്ടാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് വാഴയുണ്ട്, പക്ഷേ ഇലയെല്ലാം പൊട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നാണ് ഇല പറിച്ചെടുക്കുന്നത്, ഇല വെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇക്കടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ചെയ്യലുള്ളൂ. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പം ഒന്നിനും തോന്നാറില്ലല്ലോ. അപ്പോൾ വീട്ടിൽ ചെന്നാൽ ഞാൻ ഒന്നും ചെയ്യലില്ല. ഇവിടെ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആകെ ഞാൻ ബീഫ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെയ്തത് ഉമ്മച്ചിയും ചേച്ചിയും കൂടെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ചെയ്യൽ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. വീട്ടിൽ പോയാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ വാഴയില വാട്ടിയെടുക്കുന്ന. അപ്പോൾ എനിക്കങ്ങനെ ഇല കെട്ടാനൊന്നും അത്ര പരിചയമില്ല. ഉമ്മച്ചിയും കെട്ടും, പക്ഷേ ചേച്ചി നന്നായിട്ട് കെട്ടിത്തരും. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് ഇലയൊക്കെ കെട്ടിത്തരുന്നത്. അപ്പോൾ ഉമ്മച്ചി എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയാണ് നമുക്ക് ഇല പൊതി കെട്ടിത്തരുന്നത് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് ഞങ്ങൾ ഒരു 11:30-12 ആയപ്പോഴത്തേക്കും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഒരു 2 മണി 2:30 ആകുമ്പോഴാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കൽ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം നല്ല സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പണിയെല്ലാം തീർത്തത്. അപ്പോൾ നമ്മുടെ ഒലത്തും ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ ബീഫൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചതും പിന്നെ പുളിശ്ശേരി കറി, പുളിശ്ശേരി ഉണ്ടായിരുന്നു. തലേന്നത്തെ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നല്ല തലേന്നത്തേക്ക് ആകുമ്പോൾ പുളിശ്ശേരി കുറച്ചും കൂടെ നല്ല രസമായിട്ടുണ്ടാവും. പിന്നെ മുട്ട പൊരിച്ചു, അച്ചാർ വെച്ചു. ഇതപ്പോൾ പുളിശ്ശേരി വെള്ളരിക്ക ഇട്ടിട്ട് വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മളെ സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഇലയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതാ ചേച്ചി നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ എന്താ പറയുക, ഇനി റബ്ബർ ബാൻഡൊന്നും ഇടേണ്ട കാര്യമില്ല, അങ്ങനെ നല്ല ടൈറ്റായിട്ട് തന്നെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരോട് കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് ചോറൊക്കെ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പേരെഴുതി വെക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെ പേരിൽ. അങ്ങനെ ഇതപ്പോൾ എല്ലാ പൊതിയും കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് ആ ചിന്നു എന്ന് എഴുതിയിരിക്കുന്നതാണ് എൻ്റെ പൊതി. എന്നെ വീട്ടിൽ വിളിക്കുന്ന ചിന്നു എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പേരെഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാം നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു രസമാണ്. ഇപ്പോൾ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു രസമാണല്ലോ ഇങ്ങനെ നമ്മൾ ഫുഡ് എന്നും കഴിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടെല്ലാം ചെയ്യുമ്പോൾ. എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ മൂന്നാർ വാഗമണ്ണൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇല കെട്ടി പോവലൊക്കെ ഉണ്ട്. അവിടെ ഹോട്ടൽസൊക്കെ കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ അതാ വൈകിട്ടായപ്പോൾ അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചായയും പലഹാരങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എന്താ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.